ലീഗും കോൺഗ്രസും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയെന്ന് പി.സി. ജോർജ്. മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് മുൻ എം.എൽ.എ. പി.സി. ജോർജ് പറഞ്ഞു. സാദിഖ് അലി തങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവാണ്. തങ്ങൾക്ക് മതേതരത്വത്തെപ്പറ്റി ഒന്നും അറിയില്ല. മുനമ്പം പ്രശ്നത്തിൽ വഖഫ് ബോർഡിൻ്റെ ആവശ്യത്തെ ന്യായീകരിക്കുന്ന തങ്ങളെങ്ങനെ മതേതരത്വത്തിൻ്റെ വക്താവാകും? തങ്ങളുടെ അടുത്തേക്ക് കാലുവാരിയായ സന്ദീപ് വാര്യരെ കൊണ്ടുപോയത് ഹൈന്ദവ, ക്രൈസ്തവ, ആദിവാസി വിഭാഗങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. സമുദായ നേതാവിൻ്റെ അനുഗ്രഹം വാങ്ങുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടാണ് NSS സെക്രട്ടറിയെയും വെള്ളാപ്പള്ളിയെയും സന്ദർശിക്കാതിരുന്നതെന്നും പി.സി. ജോർജ് ചോദിച്ചു. താങ്കളുടെ വീട്ടിലേക്ക് പോവാണ്, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ് പോയത്. ഈ കോൺഗ്രസ് ഇവിടെ ഒരു മതേതര പാർട്ടി എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പറ്റി ആ മാന്യത പണ്ടുകാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ മത നേതാവിനെ കാണാൻ പോയതാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആള് എന്ന നിലയിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെ കണ്ടതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സമുദായത്തിന്റെ പേരിലാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്, മതേതര പാരമ്പര്യമുള്ള പാർട്ടി, ഇന്ത്യയെ നയിച്ച പാർട്ടിയാണ്. എന്തുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ തയ്യാറായില്ല? കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയില്ല? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രമുഖ ക്രൈസ്തവ മേലധ്യക്ഷനായ നമ്മുടെ എറണാകുളത്തെ തിരുമേനിയെ കാണാൻ എന്തുകൊണ്ട് പോയില്ല? കാർഡിനൽ തിരുമേനിയെ കാണാൻ പോയില്ല? ഇതൊക്കെ പറയണം. കാരണം അവരെല്ലാം ഉപേക്ഷിച്ചു. അപ്പോ കോൺഗ്രസ് ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് പാണക്കാട് തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ രാജ്യത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായിരുന്നു പാണക്കാട് തങ്ങളുടെ കുടുംബം. നമുക്കറിയാം, നമ്മുടെ ബാബറി മസ്ജിദ് പ്രശ്നം എത്രയോ പ്രകോപനപരമായ സംഭവമായിരുന്നത്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ എത്രയോ കൊലപാതകങ്ങളും മരണങ്ങളും നടക്കേണ്ടതാണ് കേരളത്തിൽ. പക്ഷേ ഒരു ഇല പോലും അരങ്ങിയില്ല. എന്താ കാരണം? അന്ന് പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ ഒറ്റ അഭ്യർത്ഥനയാണ്, ബാബറി മസ്ജിദിന്റെ പേരിൽ രക്തപ്പുഴ കേരളത്തിൽ പാടില്ല. അതിന് പരിഹാരം ചർച്ചയോട് ഞങ്ങളുണ്ടാവും, നിങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എല്ലാ മതവിഭാഗപ്പെട്ടവരും സ്വീകരിച്ചു. കേരളം സമാധാനമായി കടന്നുപോയി. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ സാദിഖ് അലി തങ്ങൾ അങ്ങേര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണ്. അങ്ങേർക്ക് മതേതരത്തെ പറ്റി ഒരു വിവരമൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം പണങ്ങളുടെ കാര്യമില്ല. എന്താണ് മുനമ്പം ഇഷ്യൂ? മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ മുനമ്പം കേരളത്തിലെ ഒരു 610 കുടുംബങ്ങൾ മാത്രമല്ല, അവിടെ 480 ക്രിസ്ത്യൻ കുടുംബങ്ങളും ബാക്കി ഹൈന്ദവ കുടുംബങ്ങളുമാണ്. ആ കുടുംബങ്ങളെ മുഴുവൻ ഇറക്കി വിടണം നിർബന്ധത്തിൽ നിൽക്കുകയല്ലേ ഇവിടുത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിന്റെ നയം ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എങ്ങനെ മതേതരവാദിയാവും? എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമോ, കേരള നിയമസഭയിൽ വഖഫ് നിയമം മാറ്റി എഴുതാൻ കേന്ദ്ര ഗവൺമെന്റ് ബില്ല് അവതരിപ്പിച്ചപ്പോ ആ ബില്ലിനെതിരെ ഐക്യയുടെ പ്രമേയം പാസ്സാക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗും പിണറായി വിജയനുമാണ്. പിണറായി വിജയൻ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനാണ്. പക്ഷേ മുസ്ലിം ലീഗ് അത് ചെയ്യാവും. ആ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എങ്ങനെ ഒരു മതേതരവാദിയാവും? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ കാലുവാരിയെയും ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ഹൈന്ദവ, ക്രൈസ്തവ, പിന്നോക്ക വിഭാഗങ്ങളെ, ആദിവാസി വിഭാഗങ്ങളെ ഒക്കെ അപമാനിക്കുന്നത് തുല്യമാണ്, യാതൊരു സംശയം വേണ്ട.